മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ കായലിൻ്റെ നടുക്ക് ഇങ്ങനെ കായാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് ഇക്കായിട്ട് കായാക്കിങ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലാണുള്ളത്. കായാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊച്ചി പനങ്ങാട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കായാക്കിങ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണാം. ബൈ. കൊച്ചിയിലെത്തിയിട്ട് ഞങ്ങൾ നേരെ ഫോറം മോളിലോട്ടാണ് പോയത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഫ്രഷ് ആവാനുണ്ടായിരുന്നു. രാവിലെ തിരിച്ചുകൊണ്ട് നല്ല ടയേർഡാണ്. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഐതുവിൻ്റെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോകാമെന്ന്. അപ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ സ്പോട്ടിലെത്തിയായിരുന്നു ഞങ്ങളുടെ കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നേ കയാക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു 5 വർഷം മുന്നേ. ഇക്കായും ഓൾറെഡി കയാക്കിങ് ചെയ്ത ആളാണ്. കാരണം ഇക്ക മറൈനർ ആയതുകൊണ്ട് ഓൾറെഡി അവർക്ക് കയാക്കിങ് കാര്യങ്ങളൊക്കെ അവർക്ക് സ്റ്റഡീസിൽ സമയം തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇക്ക ആവശ്യത്തിന് എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ മുന്നേ ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു കയാക്കിങ് ട്രൈ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ സ്പോട്ടിലെത്തിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു ലാൻഡ്സ്കേപ്പ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. കായലിലാണ് ഈ ഒരു പൂത്ത് പാടം ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കണ്ട ചെറി ബ്ലോസം പോലെ ഇങ്ങനെ പൂത്ത് നിൽക്കും. പക്ഷേ ഇതെന്തോ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഫേൺസ് ഒക്കെ പോലെ നിൽക്കുന്ന പോലെ അതിൽ പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ അത് ആ ഒറ്റയടിക്ക് ഇങ്ങനെ പൂത്ത് നിൽക്കാൻ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. അവിടെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ട് അവരുടെ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു എങ്ങനെ ഈ വെയിൽ താഴ്ന്നിട്ട് ഇറങ്ങണോ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ കുറേ നേരം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോസും ഫോട്ടോസും കുറേ റീൽസൊക്കെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ കയാക്കിങ് പരിപാടിയിലോട്ട് ഇറങ്ങിയത്. ഐതുവിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടും എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യം 1 by 1 ഇറങ്ങണോ, ഒരുമിച്ച് ഇറങ്ങണോ, എങ്ങനെയൊക്കെ കഴിഞ്ഞു. അവൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു താറാവിനെയും കോഴിയും മീനിനൊക്കെ കണ്ടപ്പോൾ അവൻ അവിടെ സെറ്റായി നിന്ന്. അവിടെ നല്ല ഒരു ടേക്ക് കെയർ ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല കേട്ടോ. അത് നല്ല കംഫർട്ടായിട്ട് അവസാനം തിരിച്ച് വിളിച്ചിട്ട് വരാത്ത അവസ്ഥയിൽ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടായിട്ട് അവിടെ ഓടി കളിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പേടി വലുതായിട്ടും ഉണ്ടായില്ല. കാരണം നമുക്ക് അടുത്ത് നിന്ന് കാണാവുന്ന രീതിയിൽ തന്നെയാണ് കയാക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചുറ്റുവട്ടത്തുള്ളത്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് ഇനി നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയാക്കിങ്ങിന് വേണ്ടി റെഡിയാവും. ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ അവിടെ ഇങ്ങനെ സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് ഷവർ ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കയാക്കിങ്ങിന് കംഫർട്ട് അല്ലാത്തതുകൊണ്ട് അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി കാണാം. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ കയാക്കിങ്ങിന് ഇങ്ങനെ റെഡിയായി സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയായിരിക്കുകയായിരുന്നു. നല്ല ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ധൈര്യമായിട്ട്. എനിക്ക് സ്വിമ്മിങ് അറിയില്ല. ഇക്കാക്ക് അത്യാവശ്യം സ്വിമ്മിങ് ഒക്കെ അറിയാവുന്ന ആളാണ്. സ്വിമ്മിങ് അറിയാതെയും ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. കാരണം അത്ര സേഫ്റ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് കൂടെ ഇൻസ്ട്രക്ടർ ആയാലും കൂടെ നല്ല ഹെൽപ്പിനുണ്ടായിരുന്നു ത്രൂ ഔട്ട്. നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലാതെ തന്നെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇക്കാരാണ് പകുതിയും ഒന്ന് തുഴഞ്ഞ്. എനിക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കിട്ടാനും ആ ഒരു 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 വശം കിട്ടാനൊക്കെ ഭയങ്കര ഒന്ന് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഓക്കെ ആയി വന്നപ്പോഴാണ് ഞാനിങ്ങനെ തുഴഞ്ഞു തുടങ്ങി വീഡിയോ ഒക്കെ എടുത്ത് ഇതാക്കി സെറ്റാക്കിയത്. നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അഡ്വഞ്ചറിൽ ഒന്നാണ് കയാക്കിങ്. നമുക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടും. നമ്മുടെ കായലിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ തുഴഞ്ഞ് നടക്കാം. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ല വൈബടിച്ച് കാര്യങ്ങൾ, കാരണം മിക്ക ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്ട്രക്ടർ കൂടെ വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. നമ്മുടെ കൂടെ വേറെയും ഫാമിലീസ് ഉണ്ടായിരുന്നു കയാക്കിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയാക്കിങ് ഒക്കെ കഴിഞ്ഞ് 1/2 hour ആയിരുന്നു കയാക്കിങ്. അപ്പോൾ ഒരു സൺസെറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കയാക്കിങ് ഒക്കെ കഴിഞ്ഞ് ഒരു സൺസെറ്റ് വ്യൂ ആസ്വദിക്കാൻ വേണ്ടി ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് വന്ന് നേരിയിരുന്നു. ഗൈസ്, ഇത്ര ബർത്ത് ടേക്കിംഗ് വ്യൂവിൽ നല്ല അടിപൊളി പിസ്സ അല്ലേ? ഒക്കെ ഇഷ്ടപ്പെട്ട പിസ്സ? ഓക്കെ, നല്ല ഹാൻഡ് മെയ്ഡ് പിസ്സ, നല്ല തിൻ ക്രസ്റ്റും. പക്ഷേ
വിത്ത് സൺസെറ്റ് വ്യൂ. അടിപൊളി കേട്ടോ. ഇത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കായാക്കിങ് പോയപ്പോൾ അവനെവിടെ ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളടുത്ത് വരുന്നില്ല, അവരടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് ഭയങ്കര കമ്പനി. തിരിച്ച് വിളിച്ചിട്ട് വരുന്നേ ഇല്ല, ഫുഡ് കഴിക്കാനും വരുന്നില്ല. അവനെ വിളിച്ചിട്ടും വരുന്നേ ഇല്ല. ഓക്കെ, ഞാനൊരു കഫേ മോക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അത് വന്നിട്ടുണ്ട്. ഇതിവിടെ ഭയങ്കര ഓട്ടത്തിലാണ് കേട്ടോ. ഞാൻ മധുരമൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര കാമൻ പോയിട്ടല്ലേ, ഭയങ്കര തിരക്കുമില്ല. ആക്ച്വലി ഒരു വീക്കെൻഡ് ഡേയ്സ് അല്ലല്ലോ, വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അത്ര തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ കയാക്കിങ്ങും നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ ആ ഒരു എൻട്രൻസിൽ ആ ഒരു കായലിൻ്റെ വ്യൂ എനിക്കൊരു രക്ഷയില്ല കേട്ടോ. അതിങ്ങനെ കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരിതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. എനിക്കതിങ്ങനെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നേരെ ഇറങ്ങിയിട്ട് ലുലുവിലോട്ടാണ് പോയത് കേട്ടോ. ലുലുവിലും കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയത്. ഞങ്ങൾ ബോറടിച്ചപ്പോൾ സിന്ദഗി നാ മിലേക്ക് ദോബാര ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാറിൽ. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇത് തിരിച്ചു വന്ന് ബോറടിച്ചപ്പോൾ സിനിമയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവൻ കാർട്ടൂൺ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ ഇട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവൻ. അപ്പോൾ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് ഹലോ. അപ്പോൾ അതാണ് നമ്മുടെ കയാക്കിങ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് കപ്പിൾ കയാക്കിങ് ചെയ്യണമെന്ന്. അപ്പോൾ അത് നടന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മുകളിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമായിട്ടുണ്ട്. താഴെ ഭയങ്കര ശബ്ദമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട്, തൊട്ടപ്പുറത്തൊരു വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് കുറേ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇവിടെയും കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പോൾ എന്താ പറയുക, കയാക്കിങ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ സോളോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നീണ്ടു പോയ കാര്യമാണ്. അപ്പോൾ അതെന്തായാലും നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ വലിയൊരു കാര്യം, ഞാനൊരു 1 ഇയറായി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഭയങ്കര വലിയ അച്ചീവ്മെൻറ്റോ കാര്യങ്ങളോ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഞാനൊരു 2018 ആയപ്പോൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ച ഒരാളാണ്. ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2017 ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഒരു ടൈമിൽ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത സമയത്ത് മണാലി സ്നോ കണ്ടത് ആദ്യമായിട്ട്. അങ്ങനെ ഇങ്ങനെ കുറേ ഞങ്ങളുടെ ആയിട്ടുള്ള കുറേ ഒരു മൊമെൻറ്റ്സൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടാൻ പറ്റിയില്ല. അന്നൊന്നും എനിക്ക് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെ അപ്ലോഡ് ചെയ്യണം, പിന്നെ കുറേ ഒരു ഒരു ക്യാമറ ഫിയറിൻ്റെ ആണോ എന്തെങ്കിലും. ഞങ്ങൾ കപ്പിളായിട്ട് ഭയങ്കര ഇക്കായിരുന്നു അന്ന് കൂടുതലും വീഡിയോസൊക്കെ എടുത്ത് ഭയങ്കര ഇതിലൊക്കെ നല്ല രീതിയിലൊരു വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ. പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല, എന്തോന്നറിയില്ല. എനിക്കൊരു ഇടാനുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അന്നൊക്കെ ഇടാതിരുന്നതിൽ ഇപ്പം എനിക്കതൊരു റിഗ്രറ്റാണ്, വലിയ റിഗ്രറ്റായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കിടാൻ ഞങ്ങളുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ വൈകിട്ടും രാവിലെ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ഇതായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അത് ഇതായിക്കോളും.
അപ്പോൾ അന്നേ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് അന്നേ വീഡിയോ ഇടാനുള്ളതായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നു അന്നെടുത്ത് ഒരുപാട് മൊമെൻറ്റ്സ്, ഒരുപാട് യാത്രകൾ, അന്ന് ഒരുപാട് യാത്രകൾ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചിലതൊക്കെ എൻ്റെ ഫോണിൽ നഷ്ടപ്പെട്ടു, ചിലതൊക്കെ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം. ഞാനത് ഇക്കടുത്ത് എപ്പോഴും പറയുന്ന കാര്യം. ഇപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യമാണ്. എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, വിചാരിച്ച പോലെ ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള കുറച്ച് മൊമെൻറ്റ്സ്. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം ആക്ച്വലി ഞാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ഇടുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ്. ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു മ്യൂസിക് വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ എടുത്തെടുത്ത് ഓരോന്ന് പഠിക്കുന്നതും എടുക്കുന്നതും ഓരോന്നിങ്ങനെ കുത്തിയിരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കി, ഇല്ലാത്ത സമയം നോക്കിയിട്ടായിരിക്കും ഇതിനെ വെച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പഠിച്ചാണ് ഇങ്ങനെ ഒരു കുറച്ച് ഇതൊക്കെ എത്തിയത്. ഭയങ്കര വലിയ സംഭവം താങ്ങാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിലൊരു സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ കൂടുതലും യാത്രകളൊക്കെ പോകുമ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, എന്തെങ്കിലും ചെയ്യണം, കണ്ടൻറ് ഉണ്ടാക്കണം, അങ്ങനെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഹാപ്പി മൊമെൻറ്റ്സ് തന്നെയാണ് അതൊക്കെ. അപ്പോൾ പിന്നെ ഒരു ദിവസം എടുത്തപ്പോൾ ഐദുവിൻ്റെ ഓരോ മൊമെൻറ്റ്സ് നമുക്ക് വാച്ച് ചെയ്യാമല്ലോ. അവൻ വലുതാകുമ്പോൾ അവന് കാണിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടേതായ മെമ്മറീസ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നോക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ബന്ധുക്കളാവട്ടെ, ഒരുപാട് പേരാവട്ടെ, അവർ നമ്മുടെ വീഡിയോസ് എടുത്ത് കാണുമെന്ന് തോന്നുമ്പോൾ കാണാം. അങ്ങനെയൊക്കെ ഒരു വലിയ കാര്യം തന്നെയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എടുത്തുകൂടാ, അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ കൂടുതലും ഐദുവിൻ്റെ മൊമെൻറ്റ്സ്. ഐദുവിന് ഇപ്പോൾ ഈ ഒരു 2 വയസ്സിൽ അവന് 2 വയസ്സായി. അപ്പോൾ ഈ 2 വയസ്സിൽ അവനെ കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയ യാത്രകൾ, പിന്നെ അവനിപ്പം ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും അവൻ്റെ ആദ്യത്തെ മൊമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ കുറേ ഞാൻ റീൽസായിട്ടും വീഡിയോസായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നാളെ അവന് കാണാം. എനിക്കിപ്പോൾ എൻ്റെ ഫോൺ നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്താലും അവന് നാളെ അത് കാണാൻ ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ച് ഞാനും അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് ഇങ്ങനെ ഓരോന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് 1 ഇയറിലെത്തി നിൽക്കുന്നത്. ഞാൻ 250ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 420 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അത് നമ്പർ വൈസ് നോക്കുമ്പോൾ അതൊരു സ്മോൾ നമ്പറാണ്. പിന്നെ പീപ്പിൾ വൈസ് നോക്കുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ അതെനിക്കൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെന്താ പറയുക, അത്രയും പേർക്ക് നന്ദി. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക് വലിയൊരു കാര്യം അത് തന്നെയാണ്. പിന്നെന്താ പറയുക, പിന്നെ ഐദുവിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്നലെ 2ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും ഞങ്ങൾ എടുക്കുകയൊന്നും ചെയ്തില്ല. കുറച്ച് ഫ്രണ്ട്സും ഞങ്ങളുടെ അടുത്ത ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ല. ഫസ്റ്റ് ബർത്ത്ഡേ നല്ല രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ നടത്തിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ബർത്ത്ഡേയിൽ ഞങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ കുറച്ച് എക്സാമും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങൾക്കൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരക്കിലായിരുന്നു. പിന്നെന്താ പറയുക, എന്തായാലും നല്ല രീതിയിൽ തന്നെ ബർത്ത്ഡേ നടത്തി. അങ്ങനെ ഇരിക്കാൻ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എടുത്ത് എന്തെങ്കിലും വീഡിയോ ക്ലിപ്പോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടേക്ക്. അങ്ങനെ വലുതായിട്ടൊന്നും എനിക്ക് സമയം കിട്ടിയില്ല ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കാനോ നല്ല തിരക്കിലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ കാര്യമൊക്കെ ചെയ്യാൻ പോകുന്നത്. ഒരു അവസരം കിട്ടിയപ്പോൾ പെട്ടെന്ന് പോയി ചെയ്തതാണ്. പിന്നെന്താ പറയുക, അങ്ങനെ ഒരു 1 ഇയർ ഓഫ് ജേണി. എനിക്കൊരു മൊമെൻറ്റ്സ്, എനിക്ക് ചിലതൊന്നും വീഡിയോസൊന്നും ഇടാൻ ഒരുപാട് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് തിരക്ക്, ഐദുവിൻ്റെ കാര്യം എപ്പോഴും എനിക്ക് ഐദുവിനെ വിട്ടിട്ട് ഓരോന്ന് ചെയ്യാനുള്ള സൗകര്യം കിട്ടത്തില്ല. ഞാൻ മാക്സിമം നോക്കും അവനെ വെച്ചിട്ട് ചെയ്യാനും, പിന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറ്റണ്ടേ. അപ്പോൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇനി എൻ്റെ വീഡിയോസ് കാണുക. അവനെ ഞാൻ താഴെ ആക്കിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവനെ പെട്ടെന്ന് താഴെ ആക്കിയിട്ട് വന്ന് മുകളിലിരുന്ന് വീഡിയോ ചെയ്യുകയാണ്. എന്നിട്ടും കുറച്ച് അവിടെ ഇവിടെ വോയിസ് കുഴപ്പം ഉണ്ട്, ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും വരുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനും നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനിയും അത് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു.
ഒരുപാട് അഡ്വഞ്ചേഴ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നടക്കട്ടെ. നല്ല ആരോഗ്യമുള്ളപ്പോഴും നല്ല ഒരു ടൈമിൽ ഇപ്പോൾ പറ്റുന്നിടത്തോളം ഇതിനെ കൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നടക്കുമെന്ന് നോക്കാം. ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫിൽ ചേഞ്ചസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ലൈഫിലൊരു എൻ്റെ ഒരു മദർഹുഡായാലും നമ്മുടെ ഒരു ഫാമിലി ലൈഫ് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് പോകുന്നു. പക്ഷേ എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ഇതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞാനിതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എല്ലാം കവർ ചെയ്ത് വെക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഫാമിലി ലൈഫ്, മദർഹുഡ് എല്ലാം ഇങ്ങനെ ഓരോരോ ഇതായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷം. വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഫുൾ ഓൺ എന്താ പറയുക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഇനിയും ഞാൻ അഡ്വഞ്ചർ, അപ്പോൾ കായക്കിങ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. മസ്റ്റ് ട്രൈ. അഡ്വഞ്ചറാണ്, നമുക്കൊരു ഫീലിംഗ്, ആ ഒരു നല്ലൊരു ഇതാണ്. നമുക്ക് സ്വിമ്മിങ് അറിയില്ലെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു അഡ്വഞ്ചറാണ് കായക്കിങ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ.